ഗായ്സ്, നമ്മൾ ഇന്ന് ഈ പൊടി പാട്ടലും പിടിച്ച റോഡും മലയും കുന്നൊക്കെ താണ്ടി നമ്മളൊരു അടിപൊളി കഫേയിലോട്ടാണ് പോയി ഗായ്സ്. പോകുമ്പോൾ നല്ലത് എന്താ തടാകം. അങ്ങനെ തടാകം താണ്ടി നമ്മൾ അപ്പുറത്ത് പോയപ്പോൾ ദേ നോക്കുന്ന ഒരാൾ ഒറ്റയ്ക്ക് പോകുന്നു. കൊള്ളാട്ടോ, അടിപൊളി പാവം മനുഷ്യൻ. എങ്ങോട്ടോ എന്തോ കാമുകി തേച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ബൈ ബൈ. അത് മൂപ്പരോട് ബൈ ബൈ പറഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ കഫേയിൽ നല്ല അടിപൊളി കഫേയാണ് ഗായ്സ്. ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു അടിപൊളി ഫീലാണ്. അപ്പോൾ ചെന്നപ്പോൾ തന്നെ ഞാനൊരു എൻ്റെ സെൽഫി വീഡിയോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുമ്പോഴുള്ള ഫസ്റ്റ് വ്യൂ. ഇവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് അവിടെ ഒരു വെള്ളച്ചാട്ടം എന്തോ സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഫുള്ള് മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര എസ്തെറ്റിക് സംഭവങ്ങളാണ്. പിന്നെ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെയും കൂടി ഡേറ്റിന് പോവുകയാണെങ്കിൽ നിങ്ങൾ പൂവ് മേടിച്ചില്ലെങ്കിൽ പേടിക്കേണ്ട, പൂവ് അവിടെ കിട്ടും ഗൈസ്. അവിടെ ബൊക്കയും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അവിടെ ഡ്രസ്സിൻ്റെ ഷോപ്പ്, ആ ഷോപ്പ്, ഈ ഷോപ്പ് എന്തൊക്കെയോ ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി എയിം ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ഇഷ്ടം പോലെ ഫോട്ടോ സ്പോട്ട് ഉണ്ട്. നിങ്ങൾക്ക് അടിപൊളി ഇഷ്ടം പോലെ എസ്തെറ്റിക് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പിക്ക് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും ഗൈസ്. പക്ഷേ ഈ കഫേ കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഒരു കാട്ടുമുക്കിലാണ്, തപ്പി കണ്ടുപിടിച്ച് പോകണം. പിന്നെ ഈ കഫേയിലുള്ളവർ ഭയങ്കര മൃഗസ്നേഹികളാണെന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ 2 ആട്ടിൻകുട്ടികളല്ല, കുറച്ച് വലിയ ആടുകളെ അവിടെ ഒരു ഇരുമ്പിൻ്റെ എന്തൊരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് അതിന് തീറ്റ കൊടുക്കും. ഇപ്പം ഇവിടെ വരുന്ന ഗസ്റ്റിന് വേണമെങ്കിൽ ഈ ആടിനെ ഫീഡ് ചെയ്യുക, അതൊന്നും അവർക്കൊരു കുഴപ്പമുള്ള കാര്യമല്ല ഗൈസ്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ക്ലോത്തിങ് ഷോപ്പ് ഉണ്ട്, നല്ല ലൈബ്രറി ഉണ്ട്. പക്ഷെ എല്ലാം നല്ല എക്സ്പെൻസീവാണ്. സാധാ നോർമൽ നമ്മളൊരു ഷോപ്പിൽ പോയി മേടിക്കുന്നേക്കാൾ ഇരട്ടിയുടെ കാശ് നമ്മൾ. പിന്നെ നമ്മൾ അധികം ഒന്നും നോക്കി നിന്നില്ല, പോയിട്ട് ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞു. മെനു കണ്ടപ്പോൾ അത് അതിലും വലിയ എക്സ്പെൻസീവ്. എന്നാലും കുഴപ്പമില്ല, ഫുഡല്ലേ വെച്ചിട്ട് ഞങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് ബാക്കി സാധനങ്ങൾ ഓർഡർ ചെയ്യാൻ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡിനോട് ഞങ്ങൾ അത്ര എന്താ പറയുക സാറ്റിസ്ഫൈഡ് ആയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടുന്ന് ആ ഒരു പിസ്സ മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ഞങ്ങൾ ആ പിസ്സ കഴിച്ചിട്ട് അവിടുന്ന് നേരെ പിസ്സ കഴിച്ച് വയറ് നിറയാത്തത് കൊണ്ട് തന്നെ നമുക്കിനി എന്തെങ്കിലും ഫുഡ് വേറെ കഴിക്കണം. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അടുത്തത് നെക്സ്റ്റ് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമെന്നുള്ള പ്ലാനിൽ തിരിച്ച് അവിടുന്ന് ഇറങ്ങി പോവുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ ഡൊമിനോസിൽ പോയി. പക്ഷേ ഡൊമിനോസിൽ ഞങ്ങൾ ഉദ്ദേശിച്ച സാധനം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ മെക്ഡിയിൽ പോയി. മെക്ഡിയിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ ഒന്നും നോക്കിയില്ല. പിന്നെ വേറെ എവിടെയും പോലുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ബർഗറും കോളയും അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫുഡ് കഴിച്ച് സംതൃപ്തി അടങ്ങി അവിടുന്ന് ഇറങ്ങി. പിന്നെ മെക്ഡിയിൽ വരുന്ന എല്ലാവരും ഈ മൂപ്പരായിട്ട് വീഡിയോസോ ഫോട്ടോസോ എടുക്കാറുണ്ട്. ഞാൻ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങനെ ഒരു സംഭവം കൂടെ ചെയ്തു. കൊള്ളാം, സുന്ദരൻ തന്നെ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.